ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പരശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പരശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. പിന്നെ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. കേരള സിംഹം എന്നറിയപ്പെടുന്നു. പരശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറകളെ ബ്രിട്ടീഷ് സൈന്യത്തെ വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഇതിലേത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അതായത് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നതാണ് ഇവിടെ ശരിയല്ലാത്തതായിട്ടുള്ളത്. അടുത്തത്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ച് കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ചെമ്പഴന്തി ആശ്രമം, ചാന്നാർ ലഹള, പിന്നെ കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, വൈകുണ്ഠസ്വാമി, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു. നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹം നമ്മുടെ മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വൈക്കം സത്യാഗ്രഹം കെ പി കേശവമേനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചാന്നാർ ലഹള നമ്മുടെ വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. അടുത്തത്, വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ, സ്വദേശമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്റർനാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. ഇസ്ലാം ധർമ്മപരിപാലന സംഘം രൂപീകരിച്ചു. നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി ശരിയായ പ്രസ്താവന, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്റർനാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്നതാണ്. അടുത്തത്, ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. കെ കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുഴം വരെ 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. 100ഓളം സ്വതന്ത്ര സമര സേനാനികളാണ് പങ്കെടുത്തത്. ഓപ്ഷൻ ഇവിടെ വരേണ്ടത് 1, 2, 3 ശരിയായിട്ടുള്ളത്. അതായത് കെ കേളപ്പനാണ് നയിച്ചത്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുഴം വരെയാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 1930 നടന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ കാലക്രമം കണ്ടെത്തുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഉപ്പ് സത്യാഗ്രഹം, പിന്നെയുള്ളത് ബംഗാൾ ഗസറ്റ്, പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം. ഇവിടെ വരേണ്ടത് ബംഗാൾ ഗസറ്റ്, പിന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, പിന്നെ ചൗരി ചൗര സംഭവം, പിന്നെ വരേണ്ടത് ഉപ്പ് സത്യാഗ്രഹം, പിന്നെ ഉള്ളത് ക്വിറ്റ് ഇന്ത്യ സമരം. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വേണ്ടത്. 4, 1, 2, 3, 5 ആ ഓർഡറിലാണ് നമ്മുടെ സംഭവങ്ങളുടെ കാലക്രമം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽപ്പെടാത്തത് പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മസമാജം. വരേണ്ടത് ഹിന്ദു സമാജമാണ് കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. എന്താണ് നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്തത്? ഹിന്ദു സമാജമാണ്. അടുത്ത, താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ഓറഞ്ച് വിപ്ലവം. വരേണ്ട ആൻസർ ഓറഞ്ച് വിപ്ലവമാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കപ്പെടുന്നത് ഡോക്ടർ വിക്രം എ സാരാഭായ്, ഡോക്ടർ APJ അബ്ദുൽ കലാം, അടുത്ത ഡോക്ടർ CV രാമൻ, അടുത്ത ഡോക്ടർ ചന്ദ്രശേഖർ. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. അടുത്തത്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. നൈൽ നദീ തീരത്താണ് വികസിച്ചത്.
ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. പിന്നെ തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് ബെദേറിയൻ സംസ്കാരമാണ്. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റ് നിധികളും കൊണ്ട് നിറച്ചിരുന്നു. ഇതിൽ എല്ലാ പോയിന്റും ശരിയാണ്. നൈൽ നദീ തീരത്താണ് വികസിച്ചത്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ്. അതേപോലെ തന്നെ അവിടുത്തെ ശവകുടീരങ്ങളിലൊക്കെ ആഭരണങ്ങളും മറ്റ് നിധികളും കൊണ്ട് അവർ നിറച്ചിരുന്നു. പിന്നെ തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങൾ ഏറ്റവും വലുത് ബെദേറിയൻ സംസ്കാരമാണ്. സോ 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. സോ മുഴുവൻ പ്രസ്താവനകളും ശരിയായിട്ടുള്ള ആൻസറാണ് വരേണ്ടത്. ഇനി താഴെ തന്നിരിക്കുന്ന ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് എന്ത്? ആര്യൻ നാഗരികത, സിന്ധു നദിയുടെ സംസ്കാരം, വൈദിക നാഗരികത ഇവയെല്ലാം. നമുക്കറിയാം ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. അടുത്തത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അല്ലെങ്കിൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശു വികസന മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. അടുത്ത സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റ് പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ വിലയിരുത്തുക. മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടികളുടെ കഴിവ് വിലയിരുത്തുന്നത്. 2000 ആരംഭിച്ച പിസ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. പിസ റാങ്കുകൾ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2024 പിസ പരീക്ഷയിൽ കേരളമടക്കമുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് ഓപ്ഷൻ 2, 1, 2, 3 ശരിയായിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ട പരീക്ഷയാണ് പിസ. അതുപോലെ തന്നെ വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് നമ്മുടെ പിസ പരീക്ഷയിലൂടെ കുട്ടികളുടെ കഴിവ് വിലയിരുത്തുന്നത്. പിന്നെ 2000 ആരംഭിച്ച പിസ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. സോ ഓപ്ഷൻ 1, 2, 3 ഇവിടെ ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്തത് ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചോടെയാണ്. 1934 റിസർവ് ബാങ്ക് ആക്ട് RBI ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കി. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. നമുക്കറിയാം ഇതിൽ 1, 2, 3 ശരി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായിട്ടാണ് മാറിയത്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടാണ് പിന്നീട് മാറുകയുണ്ടായത് കേട്ടോ, മറന്നുപോയല്ലോ. സോ ഓപ്ഷൻ 4 തെറ്റാണ്. സോ ഓപ്ഷൻ 1, 2, 3 ശരിയായിട്ടുള്ളത്. അടുത്ത താഴെ നദിക്കുന്നതിൽ ഉപേദിയ നദികളിൽ പെടാത്തത് നമ്മുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം വന്നാണ്. ഇതാണ് നമ്മുടെ ബ്രഹ്മപുത്രയാണ് ഉപേദിയ നദികളിൽ പെടാത്തതായിട്ടുള്ളത്. ഇനിയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാമത്തെ ഭേദഗതി പ്രകാരമാണ് സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർത്തത്. ഇനി സാമൂഹിക നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത്. അടുത്തത് കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത്. നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണ പ്രധാന മാർഗങ്ങൾ. അടുത്തത് അനൗപചാരിക സാമൂഹിക നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. നമുക്കറിയാം നമ്മുടെ പോലീസും കോടതിയും അതുപോലെ തന്നെ നമ്മുടെ ജയിലുമാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത്. അതുപോലെ തന്നെ അനൗപചാരിക സാമൂഹിക നിയന്ത്രണത്തിനെ ലംഘിച്ചാൽ നമുക്കത് ശിക്ഷ ലഭിക്കാനിടയാകും. സോ ഓപ്ഷൻ 1, 4 ശരിയായിട്ടുള്ളത്. ബാക്കി 2 പോയിന്റും തെറ്റാണ്. ഇനി
സാമൂഹിക ശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഫെറ്റ്, ജിക്രോംബിക്സ്, സ്റ്റെലേരിയം, ടെക്സ്പെയിൻറ്റ്. ഏതാണ്? സ്റ്റെലേരിയമാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കി കാണിച്ചിട്ടുള്ളതുമാണ്. അടുത്തത്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസ്സുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? നമുക്കറിയാം, കൈറ്റ് അല്ലെങ്കിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. കൈറ്റ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ഉള്ളത്. അതിൻ്റെ ഫുൾ നെയിമാണ് എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്തത്, ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി ജപ്പാൻ അടുത്ത കാലത്തായി രൂപീകരണം ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇവിടെ പവീലിയൻ 15, മിഹിർ, ഫുഗാക്കു, പ്രത്യക്ഷ്. വരേണ്ടത് ഫുഗാക്കു ആണ് കേട്ടോ. നമ്മുടെ എന്താണ് ജപ്പാൻ അടുത്ത കാലത്തായിട്ട് രൂപപ്പെടുത്തിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഫുഗാക്കു ആണ്. ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലയിൽ അത് പ്രവർത്തനം ആരംഭിക്കും. അടുത്തത്, വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. അമ്പിയർ അല്ല, ഫാരഡേ അല്ല, വോൾട്ട് അല്ല. വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്, ഓർത്തിരിക്കണം. അടുത്തത്, നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരണ സമയ ഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതാണ്? നമുക്കറിയാം, നിശ്ചലമായിരിക്കുമ്പോൾ എന്താണ് സമയം സ്ഥാനാന്തരണം നേരെ നീക്കണം. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരേണ്ടത്. അടുത്തത്, ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാന്റെ ബഹിരാകാശത്തെത്തിച്ച ബഹിരാകാശ പേടകം ഏതാണ്? നമുക്കറിയാം, വോസ്റ്റോക്ക് 1 ആണ്. വോസ്റ്റോക്ക് 1 ആണ് നമ്മുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാനെ ബഹിരാകാശത്തേക്ക് എത്തിച്ച ബഹിരാകാശ പേടകം. അടുത്ത, കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തിനേക്കാൾ എളുപ്പമാണ്. കാരണം എന്താണ്? നമുക്കറിയാം, കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാളും കൂടുതലായതുകൊണ്ട്, അതായത് ഡെൻസിറ്റി അപേക്ഷിച്ചാണ് വരുന്നത്. സോ വരുമ്പം ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാളും കൂടുതലായതുകൊണ്ടാണ് കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തിനേക്കാളും എളുപ്പമായത്. അതുപോലെ തന്നെ കപ്പൽ ജലത്തിൽ മുങ്ങിക്കിടക്കാൻ കാരണം ഇത് തന്നെയാണ് കേട്ടോ. മറന്നുപോലെ എല്ലാത്തിനും കാരണം ഒന്ന് തന്നെയാണ്. എല്ലാം സാന്ദ്രതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അടുത്തത്, ശബ്ദം ഒരു മധ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? നമുക്കറിയാം, വേഗതയ്ക്കും അതുപോലെ തന്നെ തരംഗ ദൈർഘ്യത്തിനും ആണ് എന്ത് സംഭവിക്കുന്നത്? മാറ്റം സംഭവിക്കുന്നത്. അതിൻ്റെ സ്പീഡിനും അതുപോലെ തന്നെ ഫ്രീക്വൻസിക്കുമാണ് എന്ത് സംഭവിക്കുന്നത്? തരംഗ ദൈർഘ്യത്തിനുമാണ് എന്ത് സംഭവിക്കുന്നത്? മാറ്റം സംഭവിക്കുന്നത്. ഇനി ഒന്നിലധികം സെല്ലുകൾ ശ്രേണീ രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുക. ഓരോ സെല്ലിലൂടെ കടന്നു പോകുന്ന കറണ്ട് തുല്യമാണ്. കറക്റ്റാണ്. അടുത്തത്, ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുലയ്ക്ക് തുല്യമായിരിക്കും. അതും ശരിയാണ്. അടുത്തത്, സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തരിക പ്രതിരോധം കുറയുന്നു. അത് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? ഇലക്ട്രിക് ഹീറ്ററും അതുപോലെ തന്നെ മൈക്രോവേവ് ഓവനുമാണ് വൈദ്യുത താപ ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളായിട്ടുള്ളത്. ഇനിയും, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലാണ്. ഓർത്തിരിക്കണം, അത് പ്രളയാണ് കേട്ടോ. പ്രളയാണ് ആ ഒരു മിസൈൽ ഇന്ത്യൻ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച മിസൈൽ അറിയപ്പെടുന്നത് പ്രളയാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേഷൻ INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അത് പുരോഗമിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ GK പാർട്ടി എന്നുള്ളതാണ്. അടുത്തത്, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? മേൽമുണ്ട് കലാപം, SNDP, സർവമത സമ്മേളനം, അരുവിപ്പുറം പ്രതിഷ്ഠ. നമുക്കറിയാം, മേൽമുണ്ട് കലാപം ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതിലുള്ളതല്ല, പ്രവർത്തനത്തിലുള്ളതല്ല. അത് ഓർത്തിരിക്കണം. അടുത്ത, വിവരാകാശ നിയമം സംബന്ധിച്ച് തെറ്റായിട്ടുള്ള കാര്യം ഏതാണ്? 2005 നിലവിൽ വന്നു. 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ്, 30 ദിവസത്തിനുള്ളിൽ മറുപടി. ഇവയൊന്നും അല്ല കേട്ടോ. ഇതെല്ലാം തെറ്റാണ്. വിവരാകാശ നിയമം സംബന്ധിച്ച് തെറ്റായിട്ടുള്ള കാര്യം ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല. അടുത്തത്, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി നിന്നിരുന്നത് ആര്? അത് ജോർജ് വാഷിങ്ടൺ ആണ് ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് നിലനിന്നിരുന്നത്. ഇനി, ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 കേട്ടോ. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 1789 ഇനി, ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേരെന്ത്? ഗെസപ്പോ കേട്ടോ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേരാണ് ഗെസപ്പോ.
അടുത്തത് ഭൂമിയിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരെന്ത്? അതിൻ്റെ പേര് വിഷുവം കേട്ടോ. ഭൂമിയിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് വിഷുവം. അടുത്ത അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കുവാനായിട്ട് നമുക്ക് മില്ലി ബാറാണ് നമ്മൾ അളക്കുന്ന ഏകകം. അടുത്തത് ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദമേത്? അത് ഫൻ, മംഗോഷർ, കാലി ബഗാൻഷി, ലു. അത് ഫൻ ആണ് ഇന്ത്യയിൽ അനുഭവപ്പെടാത്തതായിട്ടുള്ളത്. ഈ ലൂവിനെ പറ്റിയൊക്കെ നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുള്ളതാണ്. അടുത്തത് 6 വയസ്സുള്ള ശിശുക്കളുടെ സമഗ്ര വികാസം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ്? ICDS കേട്ടോ. ICDS ആണ് 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി. അടുത്ത GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുള്ളൊരു ക്വസ്റ്റ്യനാണ് GST നിലവിൽ വന്നത്. ഗ്രോസ് ആൻഡ് ഇൻകം ടാക്സ് എന്ന് പറയും, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. അതിൽ 2017 ജൂലൈ 1 നിലവിൽ വന്നത്. അടുത്ത ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരമേത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, മോഹൻജദാരോ. ഇനി ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഭൂവൽക്കം കേട്ടോ. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഭൂവൽക്കമാണ്. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകമല്ലാത്തതുമായ വസ്തു ഏതാണ്? മൈക്ക. ഓർത്തിരിക്കണം, നല്ലൊരു താപക ചാലകമാണ്, എന്നാൽ അത് വൈദ്യുത ചാലകമല്ല. അതിന് എക്സാമ്പിളാണ് മൈക്ക. അടുത്ത കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കണം, കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന മിശ്രിതം പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5.6 5.6 ആണ് മഴവെള്ളത്തിൻ്റെ pH മൂല്യം വരുന്നത്. ഇനിയും ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു നമ്മൾ ഒരുപാട് വട്ടം ചെയ്തതാണ്, കാൽസ്യം ബൈകാർബണേറ്റ്. മറന്നുപോയല്ലോ, ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ളത് കാൽസ്യം ബൈകാർബണേറ്റ് ആണ്. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്, റോങ് ആയിട്ട് പോയത് കേട്ടോ. ഒപ്റ്റിക്കൽ ഫൈബറായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തെറ്റാണ്. ആ ക്വസ്റ്റ്യൻ എററായിട്ട് കളഞ്ഞു പോയ ക്വസ്റ്റ്യനാണ്. അടുത്ത താഴെ പറയുന്നതിൽ ഏറ്റവും നല്ല ചാലകം സിൽവറാണ്. ഏറ്റവും നല്ല ചാലകമായിട്ട് അറിയപ്പെടുന്നത് സിൽവറാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സിൽവറാണ് ഏറ്റവും നല്ല ചാലകം. ഇനിയും AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം റെക്ടിഫയർ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് AC-യെ DC ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് റെക്ടിഫയർ. അടുത്തത് മെർക്കുറിയുമായി ചേർന്ന് അമാൽഗമാവാത്ത ലോഹം ഇരുമ്പാണ് കേട്ടോ. മെർക്കുറിയുമായിട്ട് ചേർന്ന് അമാൽഗമാകാത്ത ലോഹം ഇരുമ്പാണ്. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപേരകം വനേഡിയം പെൻറ്റോക്സൈഡ് അല്ലെങ്കിൽ V2O5. ഓർത്തിരിക്കണം, വനേഡിയം പെൻറ്റോക്സൈഡ് അല്ലെങ്കിൽ V2O5 ആണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയും. അടുത്തത് മർദ്ദത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം വെബർ കേട്ടോ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ് വെബർ. അടുത്തത് ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്താണ്? ലോക ക്ഷയരോഗ ദിനം അല്ലേ. നമ്മൾ എന്താണ് ഇതായിട്ട് കോഡായിട്ട് പഠിച്ചു വന്നല്ലേ. നമുക്കറിയാം ലോക ക്ഷയരോഗ ദിനമാണ് ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത. ഇനിയും ഇരവിക്കുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978 ഇരവിക്കുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം. അടുത്ത രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസൾപ്പിൻ വേർതിരിച്ചെടുക്കുന്ന ഏത് സസ്യത്തിൽ നിന്നാണ്? അത് സർപ്പഗന്ധി എന്ന് പറഞ്ഞ സസ്യത്തിൽ നിന്നാണ് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസൾപ്പിൻ വേർതിരിച്ച് നമ്മൾ എടുക്കുന്നത്. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ് കേട്ടോ. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഇനി മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രണ്ണമാണ്? 2 മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകൾക്കുള്ളത്. ഇനി ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിന് പുത്രിക ക്രോമസോമുകൾ രൂപപ്പെടുന്ന ഘട്ടം ഏതാണ്? അനാഫേസ് ആണ്. ഓർത്തിരിക്കണം, ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോം രൂപപ്പെടുന്ന ഘട്ടം അനാഫേസ് ആണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ പടബലത്തിൻ്റെ സങ്കര ഇനം പ്രിയങ്ക കേട്ടോ. പടബലത്തിൻ്റെ സങ്കര ഇനം പ്രിയങ്കയാണ്. ഇനി DPT അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകി തടയാൻ പറ്റാത്ത രോഗമേതാണ്? ഇൻഫ്ലുവൻസ കേട്ടോ. DPT അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകി നോക്കുക, എന്താണ് തടയാൻ പറ്റാത്ത രോഗമാണ് ഇൻഫ്ലുവൻസ.
അടുത്തത് കീമോതെറാപ്പിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? പോൾ എർലിക്കാണ് ആ കീമോതെറാപ്പിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇനി ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെഗോൾ കേട്ടോ. ടോക്കോഫെഗോളാണ് നമ്മുടെ ജീവകം ഇ അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ രാസനാമമായിട്ട് അറിയപ്പെടുന്നത്. ഇനി ക്ലോക്കിൽ 1 മണി 1 പ്രാവശ്യം മണിയടിക്കും, 2 മണി 2 പ്രാവശ്യം മണിയടിക്കും, 3 മണിക്ക് 3 തവണ എന്ന രീതിയിൽ തുടരും എങ്കിൽ ഒരു ദിവസം എത്ര തവണ മണിയടിക്കും? നമുക്കറിയാം, അപ്പോൾ 12 മണിയാകുമ്പോൾ 12 വട്ടം മണിയടിക്കും. അപ്പോൾ എല്ലാം കൂടി കൂട്ടുക, സമ്മ് കണ്ടുപിടിക്കുക, 3 ദിവസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് കിട്ടും 156. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരേണ്ടത്. ഇനി 10⁻2019 + 1 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ്? ഇവിടെ അക്കങ്ങളുടെ തുക വരേണ്ടത് 4 ആണ്. അടുത്ത ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം √2, √6, √8 ആകുന്നു. അതിൽ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര? നമുക്കറിയാം 30 ആണ്. 30 ആണ് ഇവിടെ വരേണ്ടത്. അടുത്തത് n+1² - n × n+1 = 15 ആയാൽ എന്നിൻ്റെ വില എത്ര? എന്നിൻ്റെ വില 14 എന്നിൻ്റെ വില വരേണ്ടത്. അടുത്തത് വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? പഞ്ചഭുജം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോക്കണം കേട്ടോ. വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായിട്ടുള്ള ബഹുഭുജം പഞ്ചഭുജമാണ്. 3:99 3 മടങ്ങ് എത്രയാണ്? 3:100. അടുത്ത ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 4 cm 8 cm, അതിൻ്റെ ചുറ്റളവ് എത്ര? ചുറ്റളവ് വരേണ്ടത് 20 cm ആണ്. അടുത്തത് 3x+2 = 9x-1 ആയാൽ എക്സിൻ്റെ വില എത്ര? എക്സിൻ്റെ വില 4. എന്താണ്? 3x+2 = 9x-1 ആയാൽ എന്താണ്? എക്സിൻ്റെ വില 4. അടുത്തത് ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും തുക 40 ആയാൽ ആദ്യത്തെ 24 പദങ്ങളുടെ തുക എത്ര? ആദ്യത്തെ 24 പദങ്ങളുടെ തുക 480 ആണ്. അടുത്തത് 3:0 × 4:0 × 5:0 വില എത്ര? ഇനി നമ്പർ 0 = 1. സോ ഓപ്ഷൻ വരേണ്ടത് ഓപ്ഷൻ ഡി 1 ആണ്. ഇനി ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ എത്ര? സംഖ്യ 3000. 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 നമുക്ക് അവിടെ കിട്ടും. സോ വരേണ്ടത് 3000 ആണ്. ഇനി 2, 6, 12, 20, 30 എന്നീ ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? അടുത്ത പദം വരേണ്ടത് 42 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. അടുത്തത് S/Y = 3:4, x⁻z = 3:5 ആയാൽ x/y/z എത്ര? നമുക്കറിയാം x/y/z 9:12:20 ആണ്. അടുത്തത് 15 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്നും 9 മീറ്റർ അകലെയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം നിലത്ത് നിന്നും എന്ത് ഉയരത്തിലാണ്? മുകളറ്റം 12 മീറ്റർ ഉയരത്തിലാണ്. നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഫോമാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണക്കാണ്. അടുത്ത 0.00015 ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് 15 കിട്ടുക? ഡെസിമൽ പോയിന്റ് നോക്കി താഴെയുള്ള പോയിന്റ് നോക്കിയാൽ മതി. 1/1000 ആണ് ആൻസർ ആയിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്തത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 7 cm 25 cm 24 cm ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര? പരപ്പളവ് വരേണ്ടത് 84 cm ആണ്. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയിലേക്കാൾ 27 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? സംഖ്യ 47 ആണ് വരേണ്ടത്. ഇനി സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ 2 വർഷത്തിന് ശേഷം 1392 രൂപയും 5 വർഷത്തിന് ശേഷമാണെങ്കിൽ 1680 രൂപയും ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമാണ്? പലിശ നിരക്ക് 8% അവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഒരു അതിവർഷത്തിൽ അല്ലെങ്കിൽ ഒരു ലീപ്പ് ഇയറിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എന്ത്? നമുക്കറിയാം ഒരു ലീപ്പ് ഇയറിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത. നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ?
സ്ക്രീൻ കാണാമോ? കട്ടായിപ്പോയോ? ഓക്കെ, സ്ക്രീൻ കാണാമോ? അപ്പോൾ വന്നല്ലേ. ഓക്കെ ഓക്കെ ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത 2/7 ആണ് കേട്ടോ. 7/2 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത. അടുത്തത് 3 സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയുമാണ്. ആ സംഖ്യയുടെ ശരാശരി 55 ആണെങ്കിൽ അവയിൽ ചെറിയ സംഖ്യ ഏത്? ചെറിയ സംഖ്യ 30 ആണ്. അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ വികാസത്തിൻ്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏത്? പാരിസ്ഥിതിക ഘടകങ്ങളുടെ ആകെത്തുകയാണ് വികാസം. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വ്യക്തികളിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. വികാസങ്ങളിൽ ചില ക്രമങ്ങൾ പാലിക്കുന്നു. നമുക്കറിയാം ഉൾപ്പെടാത്തത് വ്യക്തികളിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം എന്ന് പറയുന്നതാണ്. അത് തെറ്റാണ്. അടുത്തത് പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡിൽ പെടാത്തത് ഏത്? റോഷെ മഷീപ്പ് പരീക്ഷ, സാമൂഹിക ബന്ധ പരിശോധന, തീമാറ്റിക് അപ്പർട്ടിഷൻ ടെക്സ്റ്റ്, പദസർജ പരീക്ഷ. നമുക്കറിയാം സാമൂഹിക ബന്ധ പരിശോധന സോഷ്യോമെട്രിക് ടെക്സ്റ്റൊക്കെ എന്താണ് പ്രക്ഷേപണ രീതിയിൽ പെടാത്തതാണ്. അടുത്തത് വായനാ പരിശീലനത്തിനായി വൈഗോസ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി. നമ്മൾ എപ്പോഴും റിവിഷൻ ക്ലാസ് ചോദിക്കുന്നതാണ്. പ്രതിക്രിയ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ വരേണ്ടത്. ഇനി JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പരിണിത രൂപങ്ങളാണ് ഉൾപ്പെടാത്തത് കണ്ടന്റിൻ്റെ അകത്ത്. അടുത്ത നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? അതാരാണ്? നമ്മുടെ കാൾ റോജേഴ്സ് ആണ് കേട്ടോ. നിർദ്ദേശരഹിത കൗൺസിലിങ്ങിൻ്റെ സമീപനത്തിൻ്റെ പ്രായോഗിക വക്താവ് കാൾ റോജേഴ്സ് ആണ്. അടുത്തത് BF താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന വിഭാഗത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതി ഏതാണ്? നമുക്കറിയാം സംഘപഠനം, സഹവർത്തി പഠനം, സംവാദാത്മക പഠനം എല്ലാം തന്നെ സാമൂഹിക ജ്ഞാന നിർമ്മിതി വിഭാഗത്തിൻ്റെ പിൻബലത്തോടു കൂടിയുള്ളതാണ്. ആവർത്തിച്ചുരുവിട്ടുള്ള വഴിക്കൽ എവിടെയാണ്? നമ്മുടെ സാമൂഹിക ജ്ഞാന നിർമ്മിതി വിഭാഗത്തിൽ ഇല്ലാത്തൊരു പഠനരീതിയാണ്. അടുത്ത പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടം അനുസരിച്ച് സദ്ദേതന ചിന്തഘട്ടം അല്ലെങ്കിൽ ആനിമിസം, കേന്ദ്രീകരണം, സെൻട്രലൈസേഷൻ എന്നിവ ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിൻ്റെ സവിശേഷതയാണ്? ഇന്ദ്രിയ ചാലഘട്ടം, പ്രാഗ്മനോപരഘട്ടം, ഔപചാരിക മനോപരഘട്ടം, മൂർത്ത മനോപരഘട്ടം. നമുക്കറിയാം പ്രാഗ്മനോപരഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ആനിമിസം, ജീവനില്ലാത്തവയെ ജീവനുള്ളതായിട്ട് കാണുക, അതൊക്കെ വരുന്നത് നമ്മുടെ പ്രാഗ്മനോപരഘട്ടത്തിലാണ്. ഇനി ഉദ്ഗ്രഥന സമീപനത്തിൻ്റെ മനഃശാസ്ത്ര അടിത്തറയിൽ പരിഗണിക്കാവുന്ന ചിന്തനാധാര ഏതാണ്? നമ്മുടെ സമഗ്രതാവാദം അല്ലെങ്കിൽ ഗസ്റ്റാൾട്ടിസമാണ് ഉദ്ഗ്രഥന സമീപനത്തിൻ്റെ മനഃശാസ്ത്ര അടിത്തറയായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ചിന്താധാര. അടുത്തത് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസ ഘട്ടത്തിലാണ് പ്രകടിപ്പിക്കുന്നത്? നമുക്കറിയാം ഫാലിക് സ്റ്റേജിലാണ് നമ്മുടെ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും നടക്കുന്നത്. അപ്പനോടുള്ള സ്നേഹവും ആൺകുട്ടികൾക്ക് അമ്മയോടുള്ളതും പെൺകുട്ടികൾക്ക് അപ്പനോടുള്ളതും, അതാണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും. അത് വരേണ്ടത് ഫാലിക് സ്റ്റേജിലാണ്. ഇനി സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ ചിന്താ പ്രക്രിയ വിവർജിത ചിന്തനം അല്ലെങ്കിൽ ഡൈവർജൻ തിങ്കിങ് ആണ് സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിന്താ പ്രക്രിയയായിട്ട് അറിയപ്പെടുന്നത്. സാമൂഹിക സൂക്ഷ്മദർശിനി സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ്? അത് കേസ് സ്റ്റഡിയാണ് കേട്ടോ. ഓർത്തിരിക്കണം, ഏക വ്യക്തി പഠനം എന്നൊക്കെ പറയുന്ന കേസ് സ്റ്റഡിയാണ് സാമൂഹിക സൂക്ഷ്മദർശിനി അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേസ് സ്റ്റഡി തന്നെയാണ്. അടുത്ത ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയം മുൻപോട്ട് വെച്ചത് ആരാണ്? നമ്മുടെ റോബർട്ട് ഹവിൽഗസ്റ്റ് ആണ് ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന് പറഞ്ഞ ആശയം മുൻപോട്ട് വെച്ചത്. ഇനി പ്രശ്ന പരിഗണന രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? നമുക്കറിയാം പ്രശ്നം ഏറ്റെടുക്കണം, പരികല്പന രൂപീകരിക്കണം, ദത്തങ്ങൾ ശേഖരിക്കണം, നിഗമനം രൂപീകരിക്കണം. 1, 4, 2, 3 എന്ത് ചെയ്യും? ഓപ്ഷൻ ബിയിലാണ് ആൻസർ കിടക്കുന്നത്. അടുത്ത എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം ഏതാണ്? നമുക്കറിയാം പ്രാഥമിക ആവശ്യം സുരക്ഷിതത്വം, അതായത് ചെറുപ്രായത്തിൽ വേണ്ടതാണ് സുരക്ഷിതത്വമാണ്. ഇനി ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയിരുന്ന ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? നമ്മുടെ അനുബന്ധ സിദ്ധാന്തം, അതായത് കണ്ടീഷനിങ് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാംഗോ എന്നത് ചിത്രപഥ കാർഡുകൾ നമ്മൾ ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ മാംഗോ എന്നും മറ്റേടത്ത് മാങ്ങയുടെ പടവും കാണിക്കുന്നത്, അത് അനുബന്ധന സിദ്ധാന്തം. അടുത്തത്
വൈകാരിക മാനം ഇമോഷണൽ കോൺസ്റ്റന്റ് ആശയം വികസിപ്പിച്ചത് ആരാണ്? നമുക്കറിയാം ഡാനിയൽ ഗോൾഡ്മാൻ ആണ് നമ്മുടെ വൈകാരിക മാനം അല്ലെങ്കിൽ ഇമോഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ആശയം വികസിപ്പിച്ചത്. ഇനി കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? വിഗോസ്കിയുടെ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചാണ് അല്ലേ. ഓർത്തിരിക്കണം, കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല, രണ്ടും വ്യത്യസ്തമായ വികാസഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച തിയറീസ് പറഞ്ഞത് വൈഗോസ്കിയാണ്. ഇനി തൻ്റെ താല്പര്യത്തിനനുസൃതമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ അനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു? അദ്ദേഹം പ്രായോഗിക ആക്ഷേപതത്വം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ റിയലിസ്റ്റിക് ഓറിയൻറ്റേഷനിലാണ് അദ്ദേഹം ഉൾപ്പെടുന്നത്. ഇനി ആദ്യ ബാലത്തിലെ ഡെവലപ്മെൻറ്റ് ടാസ്കിൽ ഉൾപ്പെടാത്തത് ഏത്? നമുക്കറിയാം, നടക്കാൻ പഠിക്കലുള്ളതാണ്, ലിംഗവ്യത്യാസം മനസ്സിലാക്കലുള്ളതാണ്, സാമൂഹിക അംഗീകാരമുള്ള പെരുമാറ്റ രീതികൾ പ്രദർശിപ്പിക്കലുള്ളതാണ്, വിസർജന പ്രക്രിയകൾ നിയന്ത്രിക്കുന്നു. അതൊരിക്കലും ആദ്യ ബാല അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിൽ പെടാത്തതാണ്, വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുന്നു എന്നത്. ഇനിയും ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മുടെ സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. ഇതായിരുന്നു 100 ക്വസ്റ്റ്യൻസ്. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ അതോ പാടായിരുന്നോ? ഒരു 60 മേളിൽ സ്കോർ ചെയ്യാൻ പറ്റിയോ? 60 മേളിൽ പറ്റിയോ? 60 മണ്ടയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ കേട്ടോ. ഇതിൻ്റെ എക്സ്പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വൈകിട്ടത്തെ ക്ലാസ്സോട് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. പേടിക്കേണ്ട, എവിടെയാണ് ഡൗട്ട് വന്നതെന്ന് കണ്ടുപിടിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ അതേപടി ഉള്ളതാണ്, ക്ലാസ്സിൽ അതേപടി പറഞ്ഞ കാര്യങ്ങളാണ്. എത്രയാണ് 85% മേളിൽ വന്നത്. പിന്നെയുള്ള കുറച്ച് GK പാട്ടും അവിടുന്ന് ഇവിടെ നമ്മുടെ ഇത് 2020 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. 2020 നടന്ന പരീക്ഷയുടെ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ നോക്കിയിട്ടാണോ കേട്ടോ. മാത്സും അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജി അതുപോലെ തന്നെ സയൻസ് സോഷ്യലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കടന്നു വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ശരിയായിട്ട് റിവേഴ്സ് ചെയ്യണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 10-15 കാര്യങ്ങൾ ഇതിനകത്ത് റിപ്പീറ്റായിട്ട് കണ്ടായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് പരശുരാജയുടെ തൊട്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മനസ്സിലായി എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 അല്ലെങ്കിൽ 15 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും. അങ്ങനെ നിങ്ങളൊരു 15 സെറ്റ് അല്ലെങ്കിൽ 20 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് പാസ്സാകാനുള്ള മാർക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അത് ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. കാരണം ഏത് പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോക്കോ, ലോകത്തിലുള്ള ഏത് പരീക്ഷ വേണം ആയിക്കോട്ടോ, ഒരു പഴയ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തോ, നിങ്ങളത് വ്യക്തമായിട്ടുള്ള ആശയം നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്ക് ആ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു പ്രകൃതി നിയമമാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്. സോൾവ് ചെയ്ത് വെറുതെ പോയാൽ പോരാ, അതിൻ്റെ പുറകിലുള്ള ഓരോരോ വഴികൾ എങ്ങനെ വന്നു, എപ്രകാരം വന്നു, ഓപ്ഷനിലൂടെ പോയാലുള്ള ഉത്തരവെന്ത്, ഓപ്ഷനിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് അവർ കണ്ടുപിടിച്ചത് എന്നൊക്കെ നമ്മൾ നോക്കണം. കാരണം ഒരു ഓപ്ഷൻ ഇടുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ ഓപ്ഷനകത്ത് ഇടുന്നത്. അത് നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് ആ ഓപ്ഷൻ്റെ അകത്ത് വന്നു, അദ്ദേഹം അതുമായിട്ടുള്ള ബന്ധം എന്താണ്, എന്തെങ്കിലും ചെറിയ കാര്യം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽപ്പുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. അല്ലാതെ അതിൻ്റെ ഉത്തരം മാത്രം പഠിച്ചു പോയാൽ എന്താ സംഭവിക്കുന്നത്, നമുക്കത് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വിത്ത് ആൻസേഴ്സ് പഠിച്ചു പോവുക, കൂട്ടത്തിൽ ഓപ്ഷൻ്റെ ഇലാബറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സും പഠിച്ചു പോയാൽ വളരെ എളുപ്പമായിരിക്കും. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് വൈകുന്നേരം തൊട്ട് ചെയ്തു തുടങ്ങാം. കിട്ടാത്തവർ അല്ലെങ്കിൽ തെറ്റിപ്പോയതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക കേട്ടോ. വൈകിട്ടത്തെ ക്ലാസ് നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയാം. ഓക്കെ.